ഇത് പാലക്കാട് GB റോഡിലുള്ള ഹോട്ടൽ ഹരിഹരപുത്ര പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ്. പൊന്നിയരിയാണ് ഊണിന് ഉപയോഗിക്കുന്നത്. അച്ചാർ വിളമ്പി, മത്തങ്ങയും വൻപയറുള്ള കൂട്ടുകറി വിളമ്പി, അതിൻ്റെ കൂടെ ക്യാബേജ് തോരനും വിളമ്പിയിട്ടുണ്ട്. ഈ 3 തൊടുകറികൾ മാത്രമേ ഇവിടുത്തെ ഊണിനുള്ളൂ. ഊണിൻ്റെ വില വരുന്നത് 70 രൂപയാണ്. ടോക്കൺ എടുത്ത് മാത്രമേ നമുക്കിവിടെ ഊണ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഊണിന് 70, പായസം അഡീഷണലായിട്ട് വേണമെങ്കിൽ 30 രൂപയുമാണ് വില. ഇവിടുത്തെ പായസത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പാലട പായസമാണ് കിട്ടുന്നത്. ഈ 30 രൂപയ്ക്ക് കിട്ടുന്ന ഈ പാലട പായസം അത്യുഗ്രൻ ആണ്. ഇവിടെ ഊണിനൊഴിക്കാൻ വേണ്ടി സാമ്പാറുണ്ട്, രസമുണ്ട്, പച്ചമോരുണ്ട്. പക്ഷേ ഈ 3 കറികളും, തൊടുകറികൾ 3 വളരെ ആവറേജ് ആയിരുന്നു. ഈ ഹോട്ടലിൽ ഒട്ടും പാർക്കിംഗ് ഇല്ല, ദൂരെ വണ്ടി ഇട്ടിട്ട് വേണം വരാൻ. അതേപോലെ തന്നെ ഈ ടേബിൾസൊന്നും അത്ര ക്ലീൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ സീറ്റ് കിട്ടാൻ പാടാണ്. ഒരാൾ എഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒന്നിരിക്കാൻ പറ്റുന്നത്. വളരെ തിരക്കേറിയ ഒരു സ്ഥലം തന്നെയാണ്. യൂട്യൂബിൽ ഒരുപാട് ഗംഭീര റിവ്യൂ കണ്ടിട്ടാണ് ഇവിടെ കയറി കഴിക്കാൻ തോന്നിയത്. പക്ഷേ ഈ പറയുന്നതിൻ്റെ 4-1 പോലും ഈ ഊണിന് മികവില്ല. 70 രൂപയ്ക്ക് പല കടകളിലും ഇതിനേക്കാളും ഗംഭീര ഊണ് കിട്ടും. പക്ഷേ ഇവിടെ വലിയ പ്രത്യേകതകളൊന്നും ഈ പാടി പുകഴ്ത്തുന്ന അത്രയും ഒന്നും ഈ ഊണിനില്ല. പക്ഷേ പായസം വളരെ ഗംഭീരമാണ്. പാലട സാധാരണ കടകളിൽ കിട്ടുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലടപ്രഥമനാണ് ഇത്. പല കടകളിലും കിട്ടുന്ന സാമ്പാർ, പ്രത്യേകിച്ച് പാലക്കാട് വറുത്തരച്ച സാമ്പാറുണ്ട്. പക്ഷേ ഇവിടെ കിട്ടുന്ന സാമ്പാർ തിക്കല്ല, കുറച്ച് വെള്ളമാണ്. അതുപോലെ രസവും ബിലോ ആവറേജ് തന്നെയാണ്. നല്ല വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു ഊണ്. അതല്ലാതെ വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്തതാണ് ഇവിടുത്തെ ഊണ്. എറണാകുളത്ത് ഒരുപാട് മികച്ച വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിലും പാലക്കാട് നല്ല ഊണ് കിട്ടുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവാണ്. സപ്ലയർമാരൊക്കെ വളരെ തിരക്കിലാണ്. നമ്മൾ രണ്ടാമത് ചോറ് വേണമെങ്കിൽ 1-2 പ്രാവശ്യം പറഞ്ഞാൽ മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ ഹോട്ടൽ നല്ല തിരക്കാണ്. നിന്ന് തിരിയാൻ സ്ഥലമില്ല. നമുക്കൊരു സീറ്റ് കിട്ടണമെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി സമയത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി ഒന്നും ഈ ഊണിനില്ല.